പാറയിൽ കുഴികൾ കണ്ടാണ്, വെള്ളം ചാടിയിട്ടുള്ള കുഴികൾ കണ്ടില്ലേ? ഇത് 600 അടി താഴ്ചയിലേക്ക് വെള്ളം വീഴും. സമുദ്രനിരപ്പിൽ നിന്നും നമ്മൾ 2500 അടിയായിട്ടില്ല അപ്പം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് വേനൽക്കാലത്തും മഴക്കാലത്ത് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി അബദ്ധവശത്താൽ ഇവിടുന്ന് പോയാൾ പോയി കൂടെയുള്ളവർ നേരെ വീട്ടിലേക്ക് പോയിക്കോളും. കർമ്മങ്ങളൊക്കെ വീട്ടിലൂടെ ചേർത്ത് സംഭവിക്കുകയാണ്. പാറേൻ്റെ അടി കൂടെ പോകുന്നതുകൊണ്ട് ബോഡി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത സ്ഥലം എന്ന് പറയാനുള്ള കാരണം അതാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഈ അടിയന്തരാവസ്ഥ കാലത്ത് സഖാവ് രാജൻകൊല കേസ് കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ച് ഉരുട്ടി കൊന്നിട്ട് നിങ്ങൾ നിൽക്കുന്ന പാറയിലത്ത് ബോഡി കത്തിച്ചിട്ട് താഴ്ത്തിട്ടെന്നാണ് പറയപ്പെടുന്നത്. ഓടിയിട്ട് കത്തിച്ച നിങ്ങൾ നിൽക്കുന്ന പാറ. ഓക്കെ, 2015 പ്രളയം വന്നപ്പോഴാണ് തൂക്കുവാരം. ഇതിന് മുകളിൽ കൂടിയായിരുന്നു വെള്ളം. അങ്ങനെ പോയതാണ് നമ്മുടെ തൂക്കുവാരം. നമ്മൾ വരുമ്പോൾ ഡാമിൽ വെള്ളം കിടക്കുന്നുണ്ട് അവിടെ. അത് വയനാട്ടിലെ വാണാസർ സാർ ഡാം കേട്ടുണ്ടോ? അവിടുന്ന് തുരങ്കം വഴി വെള്ളം ഇവിടെ എത്തിക്കുന്നു. ഇവിടുന്ന് 2 പൈപ്പ് ലൈൻ വഴി കക്കയം പോർട്ടേഴ്സിലേക്ക് പോകുന്നു. നിങ്ങൾ വരുമ്പോൾ കണ്ട മലയെക്കൂടി ഒരു പൈപ്പ് പോകുന്ന കണ്ടായിരുന്നോ? നിങ്ങൾ വരുന്ന വഴിക്ക് കക്കയം പോർട്ടേഴ്സിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് പെരുവണ്ണാം ഡാമിലേക്ക് പോകുന്നു വെള്ളം. അവിടുന്ന് മഴക്കാലത്ത് മാത്രം കറണ്ട് എടുക്കാൻ ഉപയോഗിക്കുന്നു. വേനൽക്കാലത്ത് കൃഷിക്ക് ആവശ്യത്തിനായിട്ട് കനാൽ വഴി തുറന്നു കൊടുക്കും. അല്ലാതെ ഫുൾ ടൈമായിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തേക്ക് പോകും. ഇത് വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. ഇവിടെ ആന, കാട്ടുപോത്ത്, പുലി, കടുവ എല്ലാ മൃഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് 5 മണി വരെ ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളത്. ഓർക്കുക, ഓരോ ജീവനും ബലപ്പെട്ടതാണ്. നിങ്ങൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കാണുക. സാഹസികത വേണോ?